ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു നാടൻ കോഴിക്കറി ആട്ടോ. കോഴിക്കറി. ഇതെൻ്റെ കാഞ്ഞങ്ങാട് തറവാട് വീടാണ്, എൻ്റെ അമ്മേൻ്റെ വീട്, നമ്മളെ കോട്ടച്ചേരി വീട്. ഇത് ടൗണിൽ നടുവിലൊരു ഗ്രാമം, അതാണ് ഞങ്ങളെ വീട്ടിനെല്ലാവരും പറയാറ്. ഇവിടെ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടുത്തെ പട്ടിയാണ്, അപ്പു എന്നാണ് പേര്. പശു, ആട്, കോഴി, താറാവ്, മുയൽ, കുരങ്ങൻ, മീൻ, എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും മീനടക്കം ഉണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാവരും നല്ലൊരു മൃഗസ്നേഹികളും എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളാണ് കേട്ടോ. എൻ്റെ അമ്മമ്മ എന്ന് പറഞ്ഞ എൻ്റെ അമ്മയെ എനിക്കിപ്പം ഈ വീഡിയോയിൽ അത് അമ്മമ്മേനെ എത്ര പറഞ്ഞാലും മാറില്ല. ഞങ്ങൾ കാഞ്ഞങ്ങാട് വീട്ടിൽ നിന്ന് അങ്ങനെയാണ് അമ്മമ്മ, എല്ലാവർക്കും കൊടുക്കാനും ഒക്കെ ഇഷ്ടമുള്ള നല്ല സുന്ദരി അമ്മമ്മ. ഇനി നമുക്ക് കോഴിയിലേക്ക് തന്നെ കിടക്കാം. ഇത് രാജുമാമൻ തന്ന കോഴിയാണ് കേട്ടോ. രാജുമാമന് ഞങ്ങളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ്. രാജുമാമൻ എന്ന് വെച്ചാൽ എൻ്റെ മാമനും കല്യാണിൻ്റെ മുത്തപ്പനും, കല്യാണിൻ്റെ അച്ഛൻ്റെ ഏട്ടനും എൻ്റെ അമ്മേൻ്റെ ഏട്ടനും കൂടിയാണ് കേട്ടോ രാജുമാമൻ. എനിക്കും കല്യാണം അങ്ങനെ ഒരു റിലേഷൻ കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ കാഞ്ഞങ്ങാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ കൊത്തുന്ന കോഴി, അവർക്കൊന്നാമത് വീട്ടിൽ വളർത്തുന്നതുകൊണ്ടാണ് അവർക്ക് ഇതിനെ കൊന്ന് തിന്നാൻ ആഗ്രഹമില്ലാത്തത്. പിന്നെ രാജുമാമൻ്റെ സ്നേഹത്തിന് മുന്നിൽ ആ കോഴി ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ആപ്പനാണ് ഇതിനെ മൊത്തം ക്ലീൻ ചെയ്തത് കേട്ടോ. നാടൻ കോഴി ഒന്നാമത് എനിക്ക് തിന്നാൻ ഇഷ്ടമില്ലാത്ത അതിൻ്റെ സ്കിന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. മുമ്പ് എപ്പോഴോ ഇവിടെ ഉണ്ടാക്കിയ നാടൻ കോഴിയിൽ എന്തോ അതിൻ്റെ പീലി എങ്ങാനും എനിക്ക് കിട്ടി, അതിനോട് അറപ്പ് തട്ടിയതാണ്. പക്ഷേ ഈ ചിക്കൻ കഴിക്കണം എന്ന് തോന്നി, കാരണം ആപ്പൻ അത്രയും വൃത്തിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ കറിയിൽ എൻ്റെ കൈ ഏടി തൊട്ടിട്ടില്ല കേട്ടോ. നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചിക്കൻ പൊടിയോ അങ്ങനെയുള്ള ഒരു മസാലയും ചേർത്തിട്ടില്ല. പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉള്ളി, പിന്നെ പച്ചമുളകും കൂടി കുറച്ച് എണ്ണയും കൂടി വെച്ചിട്ട് ശൈലമായി മൊത്തത്തിലൊന്ന് കുഴച്ചെടുത്തു. ശൈലമായി ആട്ടെ ഈ ചിക്കൻ കറി മൊത്തം ഏകദേശം ഒന്ന് ചെയ്ത് തീർത്തത്. പിന്നെ അമ്മയും അർജുവേട്ടനും ആപ്പനും ഇവർ നാലാളും കൂടിയിട്ടാണ് ഈ കറി ചെയ്തത്. എൻ്റെ ഒരു കൈയും നോട്ടം പോലും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്കൊരു ഹോം വിസിറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. അപ്പോൾ അതിന് പോയ സമയത്തായിരുന്നു ഇവർ ചിക്കൻ ഉണ്ടാക്കിയത്. ചിക്കൻ ഉരുളിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. പിന്നെ കുക്കറിൽ വെച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് കൂടി നമുക്ക് വേവിക്കായിരുന്നു. ഉരുളിയിൽ തന്നെ ആയതുകൊണ്ട് ഒരു 1.5 മണിക്കൂർ എടുത്തു എന്നാണ് പറഞ്ഞത് ഈ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ. പിന്നെ നാടൻ കോഴിയും കൂടി ആകുമ്പോഴോ അതിലിരട്ടി ടേസ്റ്റ് കൂടും. പിന്നെ അതിലേക്ക് കുരുമുളകാണ് ഈ ഇടുന്നത്. കുരുമുളക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു. ഇത് ഇവിടുത്തെ കറിവേപ്പില കേട്ടോ. ഇവിടെ കറിവേപ്പിലൊക്കെ ഒരു പഞ്ഞവുമില്ല, അതുകൊണ്ട് എല്ലാ കറികളിലും ഇഷ്ടം പോലെ ഞങ്ങൾ തൂകാറുണ്ട് കറിവേപ്പില. പിന്നെ പച്ച വെളിച്ചെണ്ണ അതും കൂടി ഒന്ന് ഫുള്ള് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തു. ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി. ഇത് അർജുവേട്ടനാട്ടോ ഇളക്കുന്നത്. അർജുവേട്ടനൊന്നെങ്കിൽ കറിയൊക്കെ ഇളക്കാൻ നല്ല ഇഷ്ടമാണ്. ഇടയിൽ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു ഇളക്കിക്കോട്ടെയും. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ അടുപ്പത്തിരുന്ന് ഇങ്ങനെ വെന്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ അടുപ്പ് ഇത് അമ്മമ്മേൻ്റെ അടുപ്പാണ് കേട്ടോ. അമ്മമ്മ ഇതിൽ നിന്നാണ് ചോറുണ്ടാക്കൽ. ഇവിടെ എത്ര ആൾ വന്നാലും കൊടുക്കാൻ ചോറുണ്ടാവും, കാരണം അമ്മമ്മ അത്രയും ചോറുണ്ടാക്കും. പിന്നെ ഇത് ഇവിടുത്തെ കാന്താരി കേട്ടോ, അതും കുറച്ചിട്ടു. പിന്നെയും കറിവേപ്പില ഇട്ടു. ഞാൻ പറഞ്ഞില്ല എല്ലാത്തിലും കറിവേപ്പില കാണും, നല്ല ഫ്രഷ് കറിവേപ്പില. വീണ്ടും ഇളക്കുന്നു, വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതൊന്ന് ഇളക്കുന്നു, പിന്നെ മൂടി വെക്കുന്നു. പിന്നെ അവസാനം ചിക്കൻ കറി റെഡി ആയിട്ടോ. അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി. നല്ല ഇങ്ങനെ എന്താ പറയുക, ചൂട് ഇങ്ങനെ പുകയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന്. പക്ഷേ ഈ സമയത്ത് ഞാനുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല ഞാനൊന്ന് ഹോം വിസിറ്റിന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോഴേക്കും ഇവരൊക്കെ കഴിച്ചു. ഞാനൊരു 3:30-3:45 തിരിച്ച് വരുമ്പം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വൈകി, ഞായറാഴ്ചയല്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ടൈമിൽ പോയത്. ഞാൻ വന്നപ്പം ഞാൻ കഴിച്ചു. ഇത് ഞാനിന്ന് ഉണ്ടാക്കിയ ഡിസ്കോ ഫിഷാണ് കേട്ടോ. ശരി, ഒരു മുള്ളൻ, ഒരു ഉണക്കമീൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു ആദ്യമായിട്ട് അത് കഴിക്കുന്നത്. അതിനിടയിൽ അമ്മമ്മ സച്ചിനെ ഫോൺ വിളിക്കുന്നുണ്ട്. അമ്മമ്മേരെ സ്ഥിരം ഇതാട്ടോ, സച്ചിനെ കാണുമ്പം അത് ഏതിലാണെങ്കിലും അമ്മമ്മ കുറേ ഉമ്മ കൊടുക്കും. അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് സച്ചിൻ. അവനും അങ്ങനെ തന്നെയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സൊറ പറഞ്ഞിരുന്നു. ഈ ഞായറാഴ്ച നല്ലതായിരുന്നു.